കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചില കാഴ്ചകളൊക്കെ എനിക്ക് പിള്ളേർക്ക് വൈകുന്നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇതൊക്കെയുണ്ട്. പിന്നെ അവിടെ പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ് എല്ലാ സ്ഥലത്തു നിന്നും, പിന്നെ മെട്രോയുടെ ബസ്, അത് OPയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വന്നിറങ്ങും, അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അതൊരു വലിയൊരു ബിൽഡിംഗ് തന്നെയാണ്. നമുക്ക് നല്ല സൗകര്യത്തോടെ ക്യാമറ എടുക്കുകയും ഒക്കെ ചെയ്യാം. അത് ഉദ്ഘാടനം കഴിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ മെട്രോയുടെ ബസ് വരെ നമുക്ക് ഫ്രണ്ടിൽ വന്നിറങ്ങും. പിന്നെ ഫുഡ് 3 നേരം നമുക്ക് ഫുഡ് കിട്ടും. അതിൻ്റെ അടുത്ത് വേറൊരു കാര്യം, ആൻറ്റി കാക്കി എന്ന് പറയുന്ന പിള്ളേർ കാക്കേനെ കഴിച്ചു. അവള് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചികിത്സയാണെങ്കിൽ നല്ല ചികിത്സ. പിള്ളേർക്ക് കാരുണ്യ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ 18 വയസ്സ് വരെ ഫ്രീ ആണ്. ഒരുപാട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ നമുക്കുള്ള ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വലിയ ആൾക്കാർക്കാണെങ്കിലും BP നമുക്ക് അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് വേണം. ലേഡീസിനുള്ള ഗർഭാശയത്തിലുള്ള ടെസ്റ്റ് വരെ നമുക്ക് അവിടെ ഫ്രീ ആണ്. പാം ടെസ്റ്റ് എന്ന് പറയുന്നത് അതെല്ലാ സ്ത്രീകളും ചെയ്തിരിക്കേണ്ടതാണ്. നമുക്ക് അവിടെ പോയി ഒരു ഗൈനോനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടത് ചെക്കപ്പ് ചെയ്യേണ്ടത്. അതിനൊന്നും ഒറ്റ കാശും നമുക്ക് വരില്ല. പിന്നെ കൂടാതെ തന്നെ DYFIയുടെ ഫുഡുണ്ട്, 3 നേരം കിട്ടുന്നുണ്ട്. രാവിലെ നമുക്ക് ഇഡ്ഡലി കിട്ടുന്നുണ്ട്, ഉച്ചക്ക് ഊണ് കിട്ടുന്നുണ്ട്, വൈകുന്നേരം കഞ്ഞി കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. ഒരു നേരം കഷ്ടപ്പെടുന്നവർക്ക് അതൊരു നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ കൂടാതെ തന്നെ ഇതുണ്ടോ, അവിടുത്തെ അന്തരീക്ഷമാണ്. അവർ കിളികളെയൊക്കെ നശിപ്പിക്കാണ്ട് തന്നെ അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. വൈകുന്നേരം കഴിക്കുമ്പോൾ ഇതുങ്ങളുടെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ഫീലാണ്. കേട്ടില്ല സൗണ്ട്? ഞാൻ വെള്ളം വീണ സൗണ്ടാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പറയേണ്ടതില്ല കേട്ടോ അവിടുത്തെ കാര്യങ്ങൾ. ചികിത്സയിലാണെങ്കിലും വണ്ടി സൗകര്യത്തിനാണെങ്കിലും ഇവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് വരുന്നത്, പറയാനായിട്ടില്ല. അതുപോലത്തെ ഇതാണ്. അതിൻ്റെ ഇടയ്ക്കത് വേറെ മോണായിട്ട് കണ്ടു. കണ്ടോ? അതിലെ ഓരോ ചൂടുകളുകൾ എത്ര മനോഹരം. ഇതെല്ലാം കേട്ടപ്പോൾ അവർ കാണുന്നൊന്നും കണ്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്കൂളിൽ തുള്ളി അവൻ പറഞ്ഞ കുറ്റസമ്മതം നടത്തി. ആട്ടെ, ഒന്നും കണ്ടിട്ടില്ല. ആ മത്സരത്തിൽ കൂടി അപ്പോൾ അവനെ ആ സ്കൂളും അതിലെ അടുത്തുള്ള അവനെല്ലാം കണ്ടു. ഒരു പറഞ്ഞ തിരിശീല, അനന്തപുര എല്ലാം 2 മണിക്കൂർ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടു. അപ്പോൾ ചോദ്യം വന്നു, അല്ല, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത്. തന്റെ കയ്യിലെ സ്കൂളിൽ 2 തുള്ളി എണ്ണ ഇല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പരിശീലിക്കേണ്ട ഒറ്റപ്പാടമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങൾ സൗഭാഗ്യമാവോളം പക്ഷേ കയ്യിലുള്ള ആ സ്കൂളും അതിലെ ഒരിക്കലും സത്യം ധർമ്മവും ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
ആര് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാണോ അവളാ? ഓർമ്മയുണ്ട് കേട്ടോ. ആ മതിയല്ലേ? ആ